നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് വീണ്ടും ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. കുടിയേറ്റ വിരുദ്ധ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നേരെയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. തങ്ങളുടെ ഇടപാടുകാരുടെ പൗരത്വവും കുടിയേറ്റ പദവിയും ബാങ്കുകൾ കൃത്യമായി പരിശോധിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു. യുഎസിലെ സാമ്പത്തിക വ്യവസ്ഥയിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നീക്കം. എന്താണ് ട്രംപ് ഒപ്പുവെച്ച ഈ പുതിയ ഉത്തരവ്? ഇത് യുഎസിലെ ബാങ്കിംഗ് മേഖലയും അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യുഎസ് സാമ്പത്തിക വ്യവസ്ഥയിൽ നടക്കുന്ന അനധികൃത ഇടപാടുകൾ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ചൊവ്വാഴ്ച ഒപ്പുവെച്ചിരിക്കുന്നത്. യുഎസിൽ നിയമപരമായ രേഖകളില്ലാതെ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതും വായ്പകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കുമായി അപേക്ഷിക്കുന്നതും കണ്ടെത്താൻ ബാങ്കിംഗ് റെഗുലേറ്റർമാർക്കും സർക്കാർ ഏജൻസികൾക്കും ഈ ഉത്തരവ് കർശന നിർദ്ദേശം നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും തൊഴിൽ നികുതി വെട്ടിപ്പ്, ബാങ്ക് അക്കൗണ്ടുകളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം മറച്ചുവെക്കൽ, മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ ബാങ്കുകളെ സഹായിക്കാൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിനോട് ഈ ഉത്തരവ് വഴി ആവശ്യപ്പെടുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഇടപാടുകാരുടെ സാമ്പത്തിക നീക്കങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. ഈ പുതിയ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. വൻതോതിൽ വായ്പകൾ എടുക്കുന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്ത് നിന്നും നാട് കടത്തപ്പെട്ടാൽ ആ തുക തിരിച്ചടയ്ക്കാൻ അവർക്ക് സാധിക്കാതെ വരും. ഇത് ബാങ്കുകളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാമെന്നാണ് അവർ പറയുന്നത്. നിയമവിരുദ്ധവും നാടുകടത്തപ്പെടാൻ സാധ്യതയുള്ളവരുമായ ജനവിഭാഗങ്ങൾക്ക് ക്രെഡിറ്റോ സാമ്പത്തിക സേവനങ്ങളോ നൽകുന്നത് വഴി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഭീഷണികൾ അംഗീകരിക്കാനാകില്ല എന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ വാദത്തെ തെളിയിക്കുന്ന കൃത്യമായ ഔദ്യോഗിക വിവരങ്ങളോ ഡേറ്റയോ നിലവിൽ ലഭ്യമല്ല എന്നതാണ് സത്യം. മാത്രമല്ല, യുഎസിലെ ബാങ്കുകൾ തങ്ങളുടെ ഉപഭോക്താക്കളുടെ പൗരത്വ വിവരങ്ങളോ ഇമിഗ്രേഷൻ സ്റ്റേറ്റസോ കൃത്യമായി ശേഖരിക്കുന്ന ഒരു രീതി ഇതിനു മുൻപ് നിലവിലുണ്ടായിരുന്നതുമില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബാങ്ക് പ്രൊസീജിയറുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് ഈ പുതിയ ഉത്തരവ് വഴി ട്രഷറി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാങ്ക് സീക്രസി ആക്ടിന് കീഴിലുള്ള ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ ട്രഷറി സെക്രട്ടറി നിർദ്ദേശിക്കും. ഇത് ബാങ്കുകളിൽ ഉപഭോക്തൃ പരിശോധന കൂടുതൽ കർശനമാക്കും. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കളെ കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഈ മാറ്റത്തിലൂടെ അധികാരികൾക്ക് കൂടുതൽ അധികാരം ലഭിക്കും. എന്നിരുന്നാലും ഈ എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ആദ്യ രൂപരേഖയേക്കാൾ കുറച്ചുകൂടി മാറ്റങ്ങൾ അന്തിമ ഉത്തരവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഉപഭോക്താവിൽ നിന്നും പൗരത്വ രേഖകൾ നിർബന്ധമായും ശേഖരിക്കണമെന്ന് അന്തിമ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഓരോ ഇടപാടുകാരന്റെയും പൗരത്വ രേഖകൾ നിർബന്ധമാക്കുന്ന കടുത്ത നിയമം കൊണ്ടുവരാൻ വൈറ്റ് ഹൗസ് ആദ്യം ആലോചിച്ചിരുന്നു. എന്നാൽ ഇത് ബാങ്കിംഗ് മേഖലകളിൽ വലിയ ആശങ്കകൾക്ക് കാരണമായി. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ പൗരത്വ വിവരങ്ങൾ ശേഖരിക്കുന്നത് വലിയ തോതിലുള്ള പേപ്പർ വർക്കുകൾക്കും സാമ്പത്തിക ചെലവുകൾക്കും കാരണമാകുമെന്ന് ബാങ്കിംഗ് വ്യവസായ രംഗത്തുള്ളവർ ശക്തമായി വാദിച്ചു. അതോടൊപ്പം ഇത്തരം പരിശോധനകൾ ഭയന്ന് അനധികൃത കുടിയേറ്റക്കാർ ബാങ്കുകളിൽ നിന്ന് തങ്ങളുടെ പണം പൂർണ്ണമായി പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും കുടിയേറ്റ ആനുകൂല്യ സംഘടനകളും മുന്നറിയിപ്പ് നൽകി. ഇത് രാജ്യത്ത് ഔദ്യോഗിക ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്ത് പണം സൂക്ഷിക്കുന്ന അൺബാങ്കഡ് ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഈ ശക്തമായ എതിർപ്പുകളെ തുടർന്നാണ് നിയമത്തിൽ ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് ഭരണകൂടം തയ്യാറായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്ക് യുഎസിൽ ഭവന വായ്പകൾ ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അർബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനമനുസരിച്ച് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിന് പകരം ടാക്സ് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വൽ ടാക്സ് പെയറർ ഐഡന്റിഫിക്കേഷൻ നമ്പർ വഴി വർഷത്തിൽ വെറും 5000 മുതൽ 6000 വരെ വായ്പകൾ മാത്രമാണ് രാജ്യത്ത് അനുവദിക്കുന്നത്. ഇത്തരം ITIN ഉപഭോക്താക്കൾക്ക് വായ്പകൾ നൽകാൻ ബാങ്കുകൾക്ക് ഇപ്പോഴേ മടിയാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമം കൂടി വരുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് യുഎസ് ബാങ്കിംഗ് മേഖലകളിലും വിദേശ സമൂഹങ്ങളുടെ ഇടയിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആലോചിച്ച അത്രയും കർശനമായ പൗരത്വ പരിശോധനകൾ അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും സംശയാസ്പദമായ ഇടപാടുകൾ നിരീക്ഷിക്കാൻ ബാങ്കുകൾക്ക് കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും. അനധികൃത കുടിയേറ്റം ഇതുവഴി തടയുമെങ്കിലും
നിയമപരമായി അവിടെ താമസിക്കുന്നവർക്കും ഇത് പണി കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.